ഇന്ന് അയ്യങ്കാളി സ്മൃതി ദിനമാണ്. 1941 ജൂൺ 18 അയ്യങ്കാളി നമ്മെ വിട്ടുപിരിഞ്ഞത്. മനുഷ്യരിൽ വലിയൊരു വിഭാഗത്തെ മനുഷ്യരായി കാണാൻ കൂട്ടാക്കാതിരുന്ന അന്ധകാരം നിറഞ്ഞ കാലത്തെ വകഞ്ഞു മാറ്റി മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം നിറഞ്ഞ കാലഘട്ടം സൃഷ്ടിക്കാൻ ത്യാഗപൂർവം ശ്രമിച്ച നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് അയ്യങ്കാളി. ഇന്ന് നാം കാണുന്ന കേരളത്തെ ഈ വിധത്തിൽ പുരോഗമനപരമാക്കി മാറ്റിയത് അയ്യങ്കാളിയെപ്പോലുള്ള മഹാന്മാരുടെ നവോത്ഥാന സംരംഭങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ അനശ്വരമാക്കാനാണ് തിരുവനന്തപുരത്തെ പഴയ BJT ഹാളിനെ അയ്യങ്കാളി ഹാൾ എന്ന് സർക്കാർ നാമകരണം ചെയ്തത്. അയ്യങ്കാളി മുന്നോട്ട് വച്ച സാമൂഹ്യ മാറ്റത്തിൻ്റെ സന്ദേശങ്ങൾ ഊർജ്ജസ്വലമാംവിധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഘട്ടമാണിത്. ഈ കോവിഡ് പ്രതിരോധ ഘട്ടത്തിലും മനുഷ്യരെ ആകെ മനുഷ്യരായി കാണാൻ പഠിപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത സന്ദേശം നമുക്ക് പ്രചോദനമാവുകയാണ്. 97 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗമുക്തി നേടിയത് 89 പേരാണ്. ഒരാൾ മരണമടഞ്ഞു. കണ്ണൂരിൽ എക്സൈസ് വകുപ്പിലെ ഡ്രൈവർ 28-കാരനായ KP സുനിലാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 65 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ 29. സമ്പർക്കം വഴി 3 പേർക്കാണ് രോഗം ബാധിച്ചത്. രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ എടുത്താൽ മഹാരാഷ്ട്ര 12, ഡൽഹി 7, തമിഴ്നാട് 5, ഹരിയാന, ഗുജറാത്ത് 2 വീതം, ഒറീസ 1. ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്കെടുത്താൽ തിരുവനന്തപുരം 9, കൊല്ലം 8, പത്തനംതിട്ട 3, ആലപ്പുഴ 10, കോട്ടയം 2, കണ്ണൂർ 4, എറണാകുളം 4, തൃശ്ശൂർ 22, പാലക്കാട് 11, മലപ്പുറം 2, കോഴിക്കോട് 1, വയനാട് 2, കാസർഗോഡ് 11. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പാലക്കാട് 14, കൊല്ലം 13, കോട്ടയം 11, പത്തനംതിട്ട 11, ആലപ്പുഴ 9, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി 6 വീതം, തിരുവനന്തപുരം, കോഴിക്കോട് 5 വീതം, മലപ്പുറം, കണ്ണൂർ 4 വീതം, കാസർഗോഡ് 3. ഇന്ന് 4817 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 2794 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 1358 പേർ ഇപ്പോൾ ചികിത്സയിലാണ്.
1,26,839 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ ആശുപത്രിയിലുള്ളവർ 1,967 പേരാണ്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ 190 പേരാണ്. ഇതുവരെ 1,69,035 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 3,194 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 30,032 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 33,386 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 108 റാപ്പിഡ് ടെസ്റ്റിന് സൗകര്യമില്ലാത്തതോ അതിന് പ്രയാസം നേരിടുന്നതോ ആയ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റ് കേരള സർക്കാർ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എയർലൈൻ കമ്പനികളുടെ സഹകരണവും ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെ അനുവാദവും ഇതിന് ആവശ്യമുണ്ട്. UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ പരിശോധനാ സൗകര്യമുണ്ട്. അതില്ലാത്ത സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികളുടെ പരിശോധനയ്ക്ക് ഇത് സഹായിക്കും. സംസ്ഥാനത്ത് ഇതുവരെ 2,79,657 ആളുകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി എത്തിയിട്ടുള്ളത്. ഇതിൽ 1,172 പേർക്ക് പരിശോധനയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 669 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 503 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ രോഗബാധിതരിൽ 327 പേർ റോഡ് വഴിയും 128 പേർ ട്രെയിനിലുമാണ് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന രോഗബാധിതരായവരുടെ കണക്ക് നോക്കിയാൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, 313. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ നമ്മുടെ ജാഗ്രത കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. പ്രവർത്തന രംഗത്തുള്ളവർക്ക് വൈറസ് ബാധ വരുമ്പോൾ ഒരു മേഖലയാകെ സ്തംഭിക്കുകയാണ്. സർക്കാർ ഓഫീസുകൾ ഏതായാലും ജനങ്ങൾക്കാവശ്യമുള്ളതാണ്. അവയുടെ പ്രവർത്തനം നിലച്ചു പോകരുത്. പകുതി ആളുകൾ മാത്രമേ ഒരു സമയം ഓഫീസിലുണ്ടാകേണ്ടതുള്ളൂ. വീടുകളിൽ നിന്ന് ജോലി ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ തുടരുക തന്നെ വേണം. സാധാരണ നടപടിക്രമമനുസരിച്ച് ധാരാളം മീറ്റിങ്ങുകൾ ആവശ്യമായി വരും. ഓഫീസ് മീറ്റിങ്ങുകൾ ഓൺലൈനിലാക്കണം. ഓഫീസുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിയതിൻ്റെ ഫലം പലയിടങ്ങളിലും കാണുന്നുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനത്ത് സെക്രട്ടറിയിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളും മരണവും
നാം കണ്ടതാണ്. ഇതെല്ലാം കാണിക്കുന്നത് നിയന്ത്രണം കർശനമായി തുറന്നേ തീരൂ എന്നാണ്. ഓഫീസ് പ്രവർത്തനങ്ങളുടെ ക്രമീകരണം ചീഫ് സെക്രട്ടറി തന്നെ മോണിറ്റർ ചെയ്ത് ഉറപ്പുവരുത്തും. കോവിഡ് ഡ്യൂട്ടിക്ക് ആളുകളെ നിയോഗിക്കുമ്പോൾ അതത് ജില്ലകളിൽ നിന്ന് പൂൾ ചെയ്ത് നിയോഗിക്കുന്നതാണ് നല്ലത്. കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്നവർ കുടുംബത്തോടൊപ്പം ആ ഘട്ടത്തിൽ താമസിക്കരുത്. ആരോഗ്യ പ്രവർത്തകർക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ അനുഭവത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും വീഴ്ച ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കാനും തിരുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. രോഗവ്യാപനം ഉയർന്നാൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം നമുക്ക് വേണ്ടതുണ്ട്. അതിന് വിപുലമായ പദ്ധതി തയ്യാറാക്കും. ഇപ്പോൾ സംസ്ഥാന സർവീസിലുള്ള 45 വയസ്സിൽ താഴെയുള്ളവരിൽ നിന്ന് പ്രത്യേകം ആളുകളെ റിക്രൂട്ട് ചെയ്ത് ആവശ്യമായ പരിശീലനം നൽകും. ആരോഗ്യരംഗത്തെ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികളിൽ താൽപ്പര്യമുള്ളവർ, തൊഴിൽ രഹിതരായ ആരോഗ്യ പ്രവർത്തകർ, റിട്ടയർ ചെയ്ത ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾ, ഇവരെയെല്ലാം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരുക്കും. ആവശ്യമുള്ളിടത്ത് ഏത് ജില്ലയിലാണോ ഏത് പ്രദേശത്താണോ ആവശ്യം അവിടെ നിയോഗിക്കുന്നതിനാണ് ഇത്തരമൊരു ടീമിനെ മിഷൻ അടിസ്ഥാനത്തിൽ ഒരുക്കുക. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഇവർക്ക് പരിശീലനം നൽകും. NCC, SPC, NSS വളണ്ടിയർമാരെയും ഇതിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം താൽപ്പര്യമുള്ള യുവാക്കൾക്കും സന്നദ്ധ സേനയിലെ വളണ്ടിയർമാർക്കും ഇതിനോടൊപ്പം ചേർന്ന് പരിശീലനം ലഭിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാക്കും. ഈ രോഗത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ പങ്കാളികളാകുന്ന എല്ലാവരും അനുമോദനം അർഹിക്കുന്നു. താൽക്കാലികമായി ചുമതലയേറ്റെടുത്ത സന്നദ്ധ സേവകർ അവർ വലിയ ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് കാശ് ചിലവിട്ട് അവരുടെ വാഹനത്തിന് ഇന്ധനം നിറച്ച് സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന പ്രവർത്തകരെയാണ് സംസ്ഥാനത്താകെ കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങൾ, ഇങ്ങനെ ഈ രംഗത്ത് ത്യാഗനിർഭരമായി പ്രവർത്തിച്ച എല്ലാവരെയും സമൂഹമാകെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത്. തുടർച്ചയായി ആഴ്ചകളോളം പ്രവർത്തിച്ച് അവരെ ഒരു രീതിയിലും തളർത്താനിടയാക്കരുത് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ആവശ്യമായ വിശ്രമത്തിന് ഇതിനോടൊപ്പം സൗകര്യമൊരുക്കും. ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ പൊതുവെ നമ്മുടെ ആകെ ജാഗ്രത കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എനിക്കിതൊന്നും ബാധകമല്ല എന്ന മട്ടിലാണ്
പലരും നീങ്ങുന്നത്. റോഡുകളും കമ്പോളങ്ങളും പതിവ് നിലയിൽ തിരക്കേറുകയാണ്. ശാരീരിക അകലം പലയിടത്തും പാലിക്കുന്നില്ല. പൊതുവായി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സാനിറ്റൈസർ, സോപ്പ് ഉപയോഗം കുറയുന്നു. ഇത് സംസ്ഥാനത്താകെയുള്ള കാഴ്ചയായി മാറുന്നു. ശക്തമായ ഇടപെടൽ വേണ്ടതുണ്ട് എന്നാണ് തീരുമാനിച്ചത്. സർക്കാർ ഓഫീസുകളിലേക്ക് ദൂരസ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പലരും കൂട്ടായി വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലർ ചേർന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് പോകുന്നത്. ഇത്തരം യാത്രകൾ തടയാനോ അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാനോ പോലീസോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ തയ്യാറാകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വലിയ തോതിൽ ചരക്ക് വരുന്ന മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധ രൂക്ഷമാവുകയാണ്. ഇത് ചരക്ക് ഗതാഗതത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കോവിഡ് രോഗികളുടെ താമസ സ്ഥലത്തിന് സമീപത്തുള്ള ഏതാനും വീടുകൾ ഉൾപ്പെടുത്തി മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ രൂപീകരിച്ച് നിയന്ത്രണങ്ങൾ വളരെ കർശനമായി നടപ്പിലാക്കുന്ന സംവിധാനം ഏർപ്പെടുത്തും. ഇപ്പോൾ കോവിഡ് ബാധയുണ്ടായാൽ ഒരു വീട്ടിലായാൽ ആ വാർഡിലാകെ കണ്ടെയ്ൻമെൻറ്റ് സോണാവുകയാണ്. ഈ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ വരുന്നതോടെ ആ വീടും ചുറ്റുപാടുമുള്ള വീടുകളും ചേർന്നുള്ള ഒരു ക്ലസ്റ്റർ മാത്രമായിരിക്കും കണ്ടെയ്ൻമെൻറ്റ് സോണായി മാറുക. അത് കൂടുതൽ കർക്കശമാക്കും. അതേസമയം മറ്റു സ്ഥലങ്ങളിൽ സാധാരണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയും ചെയ്യും. ക്വാറൻറ്റൈനിൽ കഴിയുന്നവർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങുന്നത് നേരിട്ട് നിരീക്ഷിക്കാനായി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാരെയും അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരെയും ചുമതലപ്പെടുത്തി. ജനമൈത്രി പോലീസ് നടത്തുന്ന മൊബൈൽ ബീറ്റ് പെട്രോളിന് പുറമെയാണിത്. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്ത 3486 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറൻറ്റൈൻ ലംഘിച്ച 18 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി വരുന്നുണ്ട്. ഈ വിഷയത്തിൽ കുട്ടികളുടെ കുടുംബ സാഹചര്യം, മരണകാരണം എന്നിവയുൾപ്പെടെ ബഹുതലത്തിലുള്ള പഠനം നടത്തും. എല്ലാ വിമാനയാത്രക്കാരും കോവിഡ് ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. വരുന്ന ആളുകളുടെ വിവരം ലഭ്യമാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകാനും ഇത് ഒഴിച്ചുകൂടാത്തതാണ്. സാധാരണ നിലയിൽ തന്നെ
വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന സമയമാണ് ഫെബ്രുവരി തൊട്ട് മെയ് വരെയുള്ള കാലം. ഇത്തവണ ലോക്ക്ഡൗൺ കൂടിയായതിനാൽ കുടുംബാംഗങ്ങളെല്ലാം വീടുകളിലുണ്ടായി. വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ചു. ലോക്ക്ഡൗൺ മൂലം റീഡിംഗ് എടുക്കാൻ കഴിയാതിരുന്നതിനാൽ 4 മാസത്തെ ബില്ല് ഒന്നിച്ചാണ് കൊടുത്തത്. അതോടെ ബിൽ തുക കണ്ട് പലരും അമ്പരന്നു. പ്രതിഷേധവും വന്നു. താരിഫ് ഗണനയിലോ വൈദ്യുതി നിരക്കുകളിലോ യാതൊരു വ്യത്യാസവും ഇപ്പോൾ വരുത്തിയിട്ടില്ല. എങ്കിൽ കൂടി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അവ പരിശോധിക്കാനും പിശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താനും വൈദ്യുതി ബോർഡിനോട് പരാതി ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്നിച്ച് തുക അടക്കുന്നതിന് പ്രയാസമുള്ളവർക്ക് തവണ അനുവദിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ബില്ലടച്ചില്ല എന്ന കാരണത്താൽ ആരുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഇപ്പോൾ ചില തീരുമാനങ്ങൾ കൂടി എടുത്തിരിക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചത് സ്വാഭാവികമായി സംഭവിച്ചതാണെങ്കിലും കുറഞ്ഞ ഉപഭോഗം മാത്രമുണ്ടായിരുന്നവരും സൗജന്യങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നവരുമായ ഉപഭോക്താക്കൾക്ക് ഉയർന്ന ബില്ല് വന്നത് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് ചില പ്രധാന തീരുമാനങ്ങൾ സർക്കാർ നിർദ്ദേശമനുസരിച്ച് വൈദ്യുതി ബോർഡ് എടുത്തത്. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 500 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡുള്ളവർക്ക് വൈദ്യുതി സൗജന്യമാണ്. ഈ വിഭാഗത്തിന് ഇപ്പോൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് കണക്കിലെടുക്കാതെ തന്നെ സൗജന്യം അനുവദിക്കും. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 1000 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡുള്ളവർക്ക് യൂണിറ്റിന് ₹1.50 നിരക്ക്. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഉണ്ടായ ഉപഭോഗം എത്ര യൂണിറ്റ് ആയാലും ₹1.50 എന്ന നിരക്കിൽ തന്നെ ബില്ല് കണക്കാക്കും. പ്രതിമാസം 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുക വർധനവിൻ്റെ പകുതി സബ്സിഡി നൽകും. പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 30% സബ്സിഡി അനുവദിക്കും. പ്രതിമാസം 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 25% സബ്സിഡി. പ്രതിമാസം 150 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ഉപയോക്താക്കൾക്കും അധിക ഉപഭോഗം മൂലമുണ്ടായിട്ടുള്ള വർധനവിൻ്റെ 20% സബ്സിഡി നൽകും.
ലോക്ക്ഡൗൺ കാലയളവിലെ വൈദ്യുതി ബിൽ അടക്കാൻ 3 തവണകൾ അനുവദിച്ചിരുന്നു. ഇത് 5 തവണകൾ വരെ അനുവദിക്കും. ഈ നടപടികളുടെ ഭാഗമായി വൈദ്യുതി ബോർഡിന് 200 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് അവർ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഗുണം 90 ലക്ഷം ഗാർഹിക ഉപയോക്താക്കൾക്ക് ലഭിക്കും. കോവിഡ് നേരിടുന്ന ഈ ഘട്ടത്തിൽ കോവിഡ് നേരിടുന്നതിന് കൃത്യമായ ആഹാരം പ്രധാനമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾ ബാധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സമീകൃത ആഹാരത്തിൻ്റെ കുറവാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘടകവും സമീകൃത ആഹാരം തന്നെയാണ്. സമീകൃത ആഹാരം എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ഘടകങ്ങൾ ശരിയായ അളവിൽ കിട്ടുക എന്നതാണ്. ഊർജത്തിനു വേണ്ടി അരി, ഗോതമ്പ് അല്ലെങ്കിൽ ചോളം, മുത്താറി അല്ലെങ്കിൽ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ചക്കപ്പുഴുക്ക് ഏതുമാകാം. സമീകൃത ഭക്ഷണത്തിൻ്റെ രണ്ടാമത്തെ ഘടകം മാംസ്യമാണ്, പ്രോട്ടീൻ. പയർ, കടല, പരിപ്പ്, മുതിര, ഉഴുന്ന്, ഇറച്ചി, മത്സ്യം, മുട്ട, തൈര് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിരിക്കണം. ഊർജത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 20-25% മാംസ്യവിഭവം ഉണ്ടായിരിക്കണം. ഭക്ഷണത്തിൽ വേണ്ടത്ര പച്ചക്കറികൾ ഉണ്ടാകണം. പച്ചക്കറി നാരുള്ള ഭക്ഷണ പദാർത്ഥമാണ്. പച്ചക്കറി നല്ലതുപോലെ നാര് നിറഞ്ഞ ഭക്ഷണ പദാർത്ഥമാണ്. ചീര, വെണ്ടക്ക, പാവക്ക, കോവക്ക, കക്കിരി, തക്കാളി, ഉള്ളി, വാഴച്ചുണ്ട്, ഇടിച്ചക്ക ഇങ്ങനെയുള്ളതെല്ലാം ധാരാളം കഴിക്കാം. നാലാമത്തെ ഇനമായ പഴങ്ങൾ, അത് എല്ലാ നേരവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങളായ വാഴപ്പഴം, മാമ്പഴം, പൈനാപ്പിൾ, പപ്പായ, പേരക്ക, ഓറഞ്ച്, സപ്പോട്ട, ചാമ്പക്ക ഏതുമാകാം. ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടെ പ്രകൃതി ഭക്ഷണക്കാർ മറ്റ് ഭക്ഷണങ്ങളുടെ കൂടെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് വരും. എങ്കിലും സാധാരണ നിലക്ക് ഇത്തരത്തിൽ കഴിക്കുക എന്നുള്ളതാണ് നിർദ്ദേശമായി പറയുന്നത്. വെള്ളം ഏറെ പ്രധാനമാണ്. ദിവസം 2.5-3 ലിറ്റർ വെള്ളം കുടിക്കണം. സർവോപരി വേണ്ടത്ര ശാരീരിക വ്യായാമവും മാനസിക ഉല്ലാസവും ഉറപ്പുവരുത്തണം. ഇപ്പോൾ പലരും കഴിക്കുന്ന ജങ്ക് ഫുഡ് അത് പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പോഷകാഹാരക്കുറവ് യഥാർത്ഥത്തിൽ ദരിദ്ര വിഭാഗങ്ങളിൽ മാത്രമല്ല, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരിലും കാണുന്നുണ്ട്. അതാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സമീകൃത ആഹാരത്തെക്കുറിച്ച് പലർക്കും ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. നല്ല ജീവിതശൈലിയിൽ സമീകൃത ആഹാരവും പെടും എന്ന് മനസ്സിലാക്കണം. ബ്രേക്ക് ദ ചെയിൻ നിർദ്ദേശങ്ങൾ നമ്മളിപ്പോൾ പാലിക്കുന്നുണ്ട്. അതോടൊപ്പം നല്ല ജീവിതശൈലിയും നാം അനുവർത്തിക്കേണ്ടതുണ്ട്. സാമൂഹിക പ്രതിരോധമാണ് പാർശ്വവ്യാധികളെ നേരിടാൻ ഏറ്റവും ഫലപ്രദം. കോവിഡ് ഉയർത്തിയ വെല്ലുവിളി തരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് ഏറെ സഹായം നൽകാൻ കഴിയും.
ഇന്ന് SLBC യോഗം ചേർന്നിരുന്നു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. വ്യവസായ വാണിജ്യ മേഖല വൻ തകർച്ച നേരിടുന്നു. സേവന മേഖലയുടെ കാര്യവും വ്യത്യസ്തമല്ല. പരമ്പരാഗത രീതിയിൽ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങൾ മാറി ചിന്തിക്കേണ്ട സന്ദർഭമാണിത്. അതാവട്ടെ നിക്ഷേപ സുരക്ഷയുടെ മാനദണ്ഡങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടാവുകയും വേണം. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വലിയ അളവിൽ ആവശ്യമുണ്ട്. ഇന്ന് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി ചർച്ച നടത്തി. സംസ്ഥാന പദ്ധതിയിലൂടെയും കിഫ്ബിയിലൂടെയും മറ്റ് നടപ്പാക്കുന്ന വികസന പരിപാടികളിൽ സർവാത്മന സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുഗുണമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ബാങ്കുകളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുകൾ നഷ്ടപ്പെടുന്നതിനും സാമ്പത്തിക മേഖലയെ പിന്നോട്ടടിക്കുന്നതിനും വലിയ വരുമാന നഷ്ടമുണ്ടാക്കുന്നതിനും ലോക്ക്ഡൗൺ കാരണമായിട്ടുണ്ട്. ബാങ്കിംഗ് സേവനങ്ങൾ ഫലപ്രദമായി ലഭ്യമാക്കി സുപ്രധാന മേഖലകളെ ഊർജ്ജസ്വലമാക്കാൻ കഴിയും. കേന്ദ്ര പാക്കേജിലെ അടക്കം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള സർക്കാർ ശ്രമത്തിന് ബാങ്കുകളുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെയും കൃഷിയെയും പുത്തൻ മേഖലകളെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനപ്പെടും എന്നാണ് കരുതുന്നത്. കേരളവും സ്വന്തം നിലക്ക് നിരവധി ഇടപെടലുകൾ സമാന്തരമായി നടത്തുകയാണ്. സുഭിക്ഷ കേരളം പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയും പോഷകാഹാര ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിൽ വാണിജ്യ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും വലിയ തോതിൽ സഹകരിക്കാൻ കഴിയും. 2500 കോടി രൂപയുടെ സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി നബാർഡ് അനുവദിച്ചിട്ടുണ്ട്. നബാർഡിൻ്റെ റീഫൈനാൻസിങ് കർഷകന് തന്നെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. 1000 കോടി രൂപയുടെ സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി അധികമായി ലഭ്യമാക്കണമെന്ന് നബാർഡിനോട് അഭ്യർത്ഥിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയെ ശാക്തീകരിക്കുന്ന വിധത്തിൽ മോഡൽ ഫാമുകൾ യാഥാർത്ഥ്യമാക്കാനും ട്രെയിനിങ് നൽകാനും നബാർഡിൻ്റെ ഫാം സെക്ടർ പ്രൊമോഷൻ ഫണ്ട് പ്രയോജനപ്പെടുത്തണം. കേരളത്തിൽ കർഷകരുടെ കൈവശമുള്ള ഭൂമിയുടെ തോത് താരതമ്യേന കുറവാണ്. അതിനാൽ തന്നെ ഉൽപ്പാദനക്ഷമത അഥവാ ഒരു നിശ്ചിത അളവ് ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ പതിയേണ്ടത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വായ്പാ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. നബാർഡിനും ഡിസ്ട്രിക്ട് ലെവൽ റിവ്യൂ കമ്മിറ്റികൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം SLBC നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. മുദ്ര ശിശു ലോണുകൾക്ക് 1500 കോടിയുടെ പലിശ ഇളവ് ആത്മനിർഭർ ഭാരത് പാക്കേജിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 മാസത്തേക്ക് കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ 2% പലിശ ഇളവ് അനുവദിക്കും. തിരിച്ചടവ് കാരണം വരുമാനം ശോഷിച്ച് പ്രയാസത്തിലായിരിക്കുന്ന പ്രാഥമിക ദ്വിതീയ തലങ്ങളിലുള്ള അപേക്ഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ
ബാങ്കുകൾ ശ്രദ്ധിക്കണം. ഇതിന് ജില്ലാ തലത്തിലുള്ള ഒരു നിർവഹണ രീതി SLBCയും DLRCകളും ചേർന്ന് തയ്യാറാക്കണം. പലതരം പ്രശ്നങ്ങളാലും വലിയ പ്രതിസന്ധിയിലുമാണ് കശുവണ്ടി വ്യവസായം. ബാങ്കുകളിൽ നിന്നും എടുത്ത വായ്പകൾ മിക്കവയും സ്ട്രെസ്ഡ് ലോൺ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തിക പാക്കേജുകളുടെ വെളിച്ചത്തിൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും യോഗത്തിൽ ബാങ്കുകളോട് അഭ്യർത്ഥിച്ചു. ഇന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും 58,58,780 രൂപ നൽകിയിട്ടുണ്ട്. AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റി 3,10,370 രൂപ. തൃശ്ശൂർ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ MV കുഞ്ഞുമുഹമ്മദ് 4,40,000 രൂപ. ഫോർമർ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള 4 ലക്ഷം രൂപ. പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശിനി സ്വർണ്ണമോതിരം. പേരൂർക്കട സ്വദേശിനി രഘുപതി തനിക്ക് കിട്ടിയ ക്ഷേമനിധി പെൻഷൻ അടക്കം ആകെ 5,110 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾ, പ്രതിഷേധ പരിപാടികളൊക്കെ പഴയതുപോലെ സാധാരണ നിലയിൽ എങ്ങനെയായിരുന്നു കേരളം ആ കാലത്തുള്ളതുപോലെ നടക്കുന്നു. മന്ത്രിമാർ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നു, മന്ത്രിമാർ 1-2 മന്ത്രിമാർ പല പരിപാടികളിലും പങ്കെടുക്കുന്നു, അവിടെ നേതാക്കൾ പങ്കെടുക്കുന്നു. ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള TV വിതരണം എന്ന പേരിൽ പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ വലിയ ആൾക്കൂട്ടം പലയിടത്തും ഉണ്ടാകുന്നു. ഈ കോവിഡിന് നിൽക്കുമ്പോഴും ഇതിനൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാകാതെ പോവുകയാണ്. എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? ശാരീരിക അകലം പാലിച്ചുകൊണ്ട് നിശ്ചിത ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികൾ ആകാമെന്നുള്ളത് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടകൾ തുറക്കുന്നു, മാളുകൾ തുറക്കുന്നു. അവിടങ്ങളിൽ ആളുകൾ പോകുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം, അതുപോലെ തന്നെ ആളുകളെ പരിമിതപ്പെടുത്തണം എന്ന് നേരത്തെ തന്നെ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എല്ലാറ്റിനും ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ തിക്കിത്തിരക്കി ശാരീരിക അകലം പാലിക്കാതെ കൂടിച്ചേരുന്നൊരവസ്ഥ അത് ഏത് തരത്തിലും ഒഴിവാക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഗൗരവം കുറച്ച് കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ്. ഇത് നാം പൂർണ്ണമായി ഉൾക്കൊണ്ട്, ഇതിൻ്റെ ഗൗരവാവസ്ഥ ഉൾക്കൊണ്ട് ആ നിലക്കുള്ള പ്രതികരണമായിരിക്കണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഈ കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിക്കാത്തതുകൊണ്ടാണോ ഈ കോവിഡ് പരിശോധനയിൽ നമ്മൾ തന്നെ ട്രൂനാറ്റ് കിറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത്? അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും? വിവിധ രാജ്യങ്ങളിൽ എത്തിക്കുക, അത് ഓരോ ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പ് കൊണ്ടുവരിക, അതൊരു പ്രായോഗിക പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ലേ? ഇതിനകത്ത് എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് സഹകരണം ആവശ്യമാണല്ലോ. ഈ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് സഹകരണം ആവശ്യമാണ്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളതുകൊണ്ട് ഈ ഒരു വഴി കൂടി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഇതിന് ഈ പറഞ്ഞ കൂട്ടത്തിൽ എംബസിയുടെ സഹകരണം ഉണ്ടല്ലോ. എംബസി സഹകരിക്കണ്ടേ, എന്നാലേ നടപ്പാക്കാൻ പറ്റൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹകരണത്തോടെ തന്നെയാണ് നടപ്പാക്കുക, അതിന് യാതൊരു സംശയവും വേണ്ട. ബന്ധപ്പെട്ടാണ് ഏത് ഈ കാർഷിക വ്യവസായ വാണിജ്യ മേഖലകളെ ഈ ഇളവുകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നാമത്തത് വൈദ്യുതി ചാർജാണോ? അതെ, വൈദ്യുതി ചാർജ്. ഈ കാർഷിക വ്യവസായ വാണിജ്യ മേഖലകളിൽ അധിക ബില്ല് വന്നിട്ടുണ്ട്, അവർ അധികം ബില്ല് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഈ ഇളവ് ബാധകമാണോ? ഇത് ഡൊമസ്റ്റിക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, ഇതിപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അവർ പരിശോധിച്ച കൂട്ടത്തിൽ പറയാനുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വൈദ്യുതി ചാർജ് അടച്ചുകൊണ്ട് അധിക തുകയുടെ 30%, 1000 രൂപ സ്ഥിരമായി അടയ്ക്കുന്നവർക്ക് 1500 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഈ 500 രൂപയുടെ എത്ര % ആണോ ഇളവ് കൊടുക്കുന്നത്? അതതിൽ പറഞ്ഞല്ലോ, ഈ അധിക തുകയുടെ ഭാഗമാണെന്നുള്ളത്. അധിക തുകയുടെ ഭാഗം തന്നെയാണ്. പ്രധാനമായും അത് സംബന്ധിച്ച് ഉയർന്ന പരാതി, ഇപ്പം 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു നിരക്കും, 200 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് യൂണിറ്റിന് വേറെ നിരക്കുമാണ് വരുന്നത്. ഇവരെ റീഡിംഗ് എടുക്കുമ്പോൾ ഒരുമിച്ച് എടുക്കുകയും ഇത് ഉയർന്ന റേറ്റിൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രധാനമായി ഉയർന്ന പരാതി.
അത് പരിഹരിക്കപ്പെടാൻ എന്തെങ്കിലും? അത് പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അവർ പ്രസ്താവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ്. സിഎം ഈ നമ്മുടെ ട്രൂനാറ്റ് പരിശോധന അടക്കം നടക്കുകയാണെങ്കിൽ പോലും വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. അപ്പോൾ ഒരാൾ പോസിറ്റീവായി, അപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല, വളരെ മുൻഗണനാക്രമത്തിലുള്ള ആളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളാണ് ഈ ട്രൂനാറ്റ് പരിശോധന പ്രഖ്യാപിച്ച ശേഷവും ഈ പ്രവാസി സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അക്കാര്യത്തിലേക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ UAE-യിലും ഖത്തറിലും ചെറിയ ഇളവുകളും മറ്റും ഉണ്ട്. പക്ഷേ സൗദിയിലും മറ്റും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ്, വലിയ ചെലവാണ്, പ്രയോറിറ്റി കിട്ടുന്നില്ല തുടങ്ങിയ വലിയ ആശങ്കകൾ അവിടെ ഉയരുന്നുണ്ട്. അല്ല, ആ പറയുന്നതിനെല്ലാമുള്ള പരിഹാരമായിട്ടാണ് ഇത് ഈ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചത്. പരിശോധനയ്ക്കുള്ള സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാനാവും. അതിന് വലിയ പ്രയാസമുള്ളതല്ല. ഈ ട്രൂനാറ്റ് പരിശോധന നടത്തുന്നതിന് വലിയ കോംപ്ലിക്കേഷനില്ല. അത് വേഗം തന്നെ നടത്താൻ കഴിയുന്നതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് റിസൾട്ടും ലഭിക്കും. അപ്പോൾ അതാണ് ഇതാവാമെന്ന് നിർദ്ദേശിക്കുന്നത്. കണ്ണൂരുണ്ടായ മരണം അതൊരു തരത്തിലൊരു മുന്നറിയിപ്പല്ലേ? കാരണം ഇതുവരെ റിവേഴ്സ് ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. 65 വയസ്സിന് മുകളിലേക്കുള്ളതും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങരുത്. പക്ഷെ ഇന്നിപ്പോൾ കണ്ണൂരുണ്ടായ മരണം അത് ചെറുപ്പക്കാരിലേക്കും വരും. അതുകൊണ്ടാണ് നമ്മൾ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി പിൻവലിക്കാൻ വേണ്ട തീരുമാനമെടുത്തിരിക്കുന്നത്. ലോകത്താകെയുള്ള അനുഭവം എടുത്താൽ, രാജ്യത്താകെയുള്ള അനുഭവം എടുത്താൽ വെറും പ്രായമുള്ളവർ മാത്രമല്ല മരണപ്പെട്ടിട്ടുള്ളത്. ധാരാളം ചെറുപ്പക്കാരും ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ പ്രായമുള്ളവരുടെ കാര്യത്തിൽ രോഗം വന്നാൽ രക്ഷപ്പെടുത്താനുള്ള സാധ്യത അത് താരതമ്യേന കുറവാണ്. മറ്റേ ചെറുപ്പക്കാരിൽ രോഗം വന്നത് രക്ഷപ്പെടുത്തുന്നതിനേക്കാളും താരതമ്യപ്പെടുത്തിയാൽ പ്രായമുള്ളവരിൽ ആ സാധ്യത കുറവാണ്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് ചെറുപ്പക്കാർ ഇതിൽ നിന്നെല്ലാം മുക്തരാണ് എന്നല്ല അർത്ഥം. ചെറുപ്പക്കാർക്കും ഇതൊരു പരിധി വിട്ടാൽ ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട്. സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിൽ എല്ലാ ജീവനക്കാരും വരാൻ വേണ്ടി നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. അന്നേരം ഈ പകുതി ജീവനക്കാർ മതിയെന്ന് പുതിയ ഉത്തരവിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി മുതൽ പകുതി ജീവനക്കാർ വന്നാൽ മതിയെന്നാണ്. അതായത് ഓരോ ഓഫീസിൻ്റെയും നില വെച്ചുകൊണ്ട് ആ ഓഫീസ് മേധാവി അത് ക്രമീകരിക്കും. ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനം തന്നെ അടച്ചിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിക്കൂടാ. ഒരു വില്ലേജ് ഓഫീസ്, ഉദാഹരണത്തിന് പറഞ്ഞാൽ, ആ വില്ലേജ് ഓഫീസ് പൂർണ്ണമായിട്ട് അടഞ്ഞു പോയാൽ ആ വില്ലേജ് ഓഫീസിൽ നിന്ന് പല സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ടാകും. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് പലതരത്തിലെ ആളുകൾ ബന്ധപ്പെടുന്നൊരു ഓഫീസാണ്. അപ്പോൾ അത്തരം ഓഫീസുകൾ അടഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനൊരു ക്രമീകരണം വേണ്ടി വരും. ഒരാഴ്ച ഒരു കൂട്ടർ ജോലി ചെയ്യുന്നു, മറ്റുള്ളവർ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുക, പിന്നെ മറ്റവർ വരിക. അങ്ങനെ വന്നാൽ ഒരു സെറ്റ് ആളുകൾക്ക് മാത്രമേ ആ സമയത്ത് രോഗം വന്നെങ്കിൽ അവർ ക്വാറന്റൈനിൽ പോകേണ്ട പ്രശ്നം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുന്നത്. കിറ്റിന്റെ അവൈലബിലിറ്റി അതിപ്പോൾ സംസ്ഥാന സർക്കാർ അത് കൊടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആ കിറ്റ് അവൈലബിൾ ആയിട്ടുണ്ടോ, അതോ സംസ്ഥാന സർക്കാരിന് ഇത് വിദേശങ്ങളിൽ നിന്ന് എവിടെന്നെങ്കിലും സോഴ്സ് ചെയ്യേണ്ടി വരുമോ? അല്ല, ഒന്ന് പറയട്ടെ. ഇതിനാവശ്യമായത്ര കിറ്റ് ലഭ്യമാണ് എന്നാണ് നമ്മുടെ വിദഗ്ധ സംഘം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. ഇപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള ദ്രുത പരിശോധന നടത്തി രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രത്യേക വിമാനങ്ങളിൽ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏകദേശം അത് നടക്കുന്ന കാര്യമല്ല എന്ന് പ്രവാസി സംഘടനകൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് അവർക്ക് വിമാനത്താവളങ്ങളിലേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ ശക്തമായ നിയമങ്ങളാണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്നവരുടെ അവിടെ കുടുങ്ങി പോകുന്നവരുടെ കാര്യത്തിൽ ചികിത്സ ഉൾപ്പെടെ കിട്ടാത്തൊരു സാഹചര്യം ഇല്ലേ? അത് നേരത്തെ ഇന്ത്യ ഗവൺമെൻറ് ഒരു നിലപാട് എടുത്തതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നേരത്തെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നായിരുന്നു. അത് രോഗമുള്ളവർ പിന്നെ വരുന്നതിനുള്ള പ്രയാസം വെച്ചുകൊണ്ടാണ് അങ്ങനെയൊരു നില സ്വീകരിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ പറയുന്നത് അവർക്കും വരാം. എങ്ങനെ? അവർ മറ്റ് രോഗമില്ലാത്തവരുടെ കൂടെ ഇരുന്നു കൊണ്ടല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ രോഗമില്ലാത്തവർ ഇവരുടെ കൂടെ ഇരുന്നാൽ രോഗം വ്യാപിക്കാനിടയുണ്ട്. അവരുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ആ പറയുന്നത്. അപ്പോൾ ഇവർക്ക് വരാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരാം. പ്രത്യേക സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ വരാം എന്ന് മാത്രമാണ് പറഞ്ഞത്. വരുന്നതിന് തടസ്സമില്ല. ഈ പ്രായമായവരുടെയും 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് CM തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സമര പരിപാടികളിലാവട്ടെ അതുപോലെ തന്നെ ഈ മറ്റു ചടങ്ങുകളിലൊക്കെ ഈ പ്രായമായവരുടെ സാന്നിധ്യമാണ് വളരെ കൂടുതൽ. അത്തരം ആൾക്കാരുടേതാണ്. അവർ സാധാരണക്കാർ ചോദിക്കുന്നത് സാധാരണക്കാർക്ക് അവരുടെ ഒരു നീതിയും നേതാക്കളായിട്ടുള്ളവരോട്
നേതാക്കളുടെ കാര്യത്തിൽ മറ്റൊരു നയവുമാണോ എന്നാണ്. അല്ല, ഇതിൽ എല്ലാവർക്കും ഒരേ നീതി തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, തുടക്കം മുതൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാവരും പാലിക്കുക എന്താണ് ഏറ്റവും പ്രധാനം. അത് വളരെ കാര്യമായി നാം അനുസരിക്കുകയാണ് വേണ്ടത്. ഈ പ്രവാസികളുടെ കാര്യത്തിൽ, പ്രവാസികളുടെ ഈ കോവിഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തണമെന്ന് പറയുമ്പോൾ അവിടെ ജോലി നഷ്ടപ്പെട്ടവരും അതിന് അത്ര തുകയില്ലാത്തവരും കാശില്ലാത്തവരും ഒക്കെ ഉണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ എംബസി പോലെയുള്ളവരോ കൃത്യമായി അതിന് അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാമെന്ന് പറഞ്ഞു കേൾക്കുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അതിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, അത്തരം ആളുകൾക്കുള്ള പരിശോധനാ സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കണമെന്ന്. കേന്ദ്ര സർക്കാർ ഒരുക്കണമെന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്. ഈ മാസം 8-ന് സംസ്ഥാനത്ത് ഒരു ആന്റിബോഡി ടെസ്റ്റ് ആരംഭിച്ചിരുന്നു. ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. എന്തെങ്കിലും ആശങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഫലമാണോ അതിൽ നിന്നുണ്ടായത്? ഒരു 10,000 പേര് ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് സംസ്ഥാനത്തുടനീളം. അല്ല, ആശങ്കപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ വിവരം കിട്ടാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിവരം എടുത്തിട്ടുണ്ടാവില്ലേ? ഈ വൈദ്യുതി വകുപ്പിന്റെ പ്രശ്നം വന്നപ്പോൾ, അതായത് ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷം കവിഞ്ഞ് പരാതി കിട്ടിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം KCBയുടെ നിലപാട് ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏതാണ്ട് 200 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങൾ വരുമ്പോഴേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതൊന്നല്ല അതിന്റെ തെളിവ്. അല്ല, നാട്ടിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരു തീരുമാനം എടുക്കണമെന്നത് സംസ്ഥാന സർക്കാർ KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി അവരാലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനെ നമ്മൾ തള്ളി പറയണ്ട, അത് കുറ്റപ്പെടുത്തുകയും വേണ്ടല്ലോ. അത് ആവശ്യമല്ലേ, നാട്ടിനൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യം ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ഇന്നങ്ങ് അവസാനിപ്പിക്കാം. ശരി.